റെജി ലൂക്കോസിനെ ബി.ജെ.പി. സംസ്ഥാന വക്താവായി നിയമിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പി. ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റായി ശ്രീവിദ്യ രാജേഷിനെയും പ്രഖ്യാപിച്ചു. വി.എൻ. സുരേഷ്, ശശി ചാലക്കൽ, സുമേഷ് മൂന്നാർ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. ജില്ലാ പ്രസിഡന്റായിരുന്ന പി. സാനുവിനെ ബി.ജെ.പി. സംസ്ഥാന അംഗമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളമശ്ശേരി HMD കോളനിയിലെ സോഫ നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാത്രി ഏകദേശം 8 മണിയോടെയാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സോഫ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളും ഫോമും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ളതിനാൽ തീ വേഗത്തിൽ ആളിപ്പടർന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഒടുവിൽ 4 യൂണിറ്റുകൾ സംയുക്തമായാണ് ഈ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പാർട്ടിക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന വി. കുഞ്ഞികൃഷ്ണനെതിരെ MV ഗോവിന്ദൻ രംഗത്ത്. ചിലർ ബൂർഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും പയ്യന്നൂർ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് അവരോട് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളാണ് വി. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഒറ്റുകാരനുള്ള മറുപടിയാണ് പയ്യന്നൂരിലെ ജനക്കൂട്ടം. കുഞ്ഞികൃഷ്ണൻ എന്തോ മുൻകൈ നേടിയെന്ന തോന്നലിലാണ് മുന്നോട്ടു പോകുന്നത്. എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ കോടാലിക്കയുടെയും സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. കുഞ്ഞികൃഷ്ണന്റെ അവസ്ഥയും അതായിരിക്കും. കുഞ്ഞികൃഷ്ണനെ ഉപയോഗിച്ച് പാർട്ടിയെ തോൽപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ ജനകീയ മുന്നേറ്റ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാദാപുരത്ത് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട പറമ്പിലെ കിണറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയ അപകടം. വട്ടോളി ഹൈടെക് പബ്ലിക് സ്കൂളിലെ ബസ്സാണ് ഇന്ന് വൈകുന്നേരം 6 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളെ വീടുകളിലെത്തിച്ച ശേഷം മടങ്ങി വരുന്നതിടെയാണ് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് അസ്കറിന്റെ പറമ്പിനോട് ചേർന്ന മതിൽ തകർത്ത് ബസ് കിണറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയത്. പകുതിയിലധികം വെള്ളമുണ്ടായിരുന്ന കിണറിന്റെ ആൾമറയിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു വാഹനം. ഈ സമയം ഡ്രൈവർ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. 6, 7 തീയതികളിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിൽ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് അറിയിച്ചു. 6-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന ദേശീയ അധ്യക്ഷന് സംസ്ഥാന നേതൃത്വം സ്വീകരണം നൽകും. ബി.ജെ.പി. കോർ കമ്മിറ്റിയിലും സംസ്ഥാന ഭാരവാഹി യോഗത്തിലും പങ്കെടുക്കുന്ന നിതിൻ നബിൻ അങ്കമാലിയിൽ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ 6000-ഓളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും.